ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു ബാബേലുണ്ട്. അപ്പോസ്തോല പ്രവർത്തികളിലാകട്ടെ ഒരു പെന്തക്കോസ്തിയും. ബാബേൽ ഭാഷ കലങ്ങുന്ന ഇടമാണ്, ഭാഷ മരവിക്കുന്ന ഇടമാണ്, ഭാഷ ചിതറുന്ന ഇടമാണ്. പെന്തക്കോസ്തി അനുഭവമാകട്ടെ ഭാഷകൾ ഒന്നാവുന്ന ഇടമാണ്. നമ്മുടെ വീടുകൾ പെന്തക്കോസ്തിയിൽ അവസാനിക്കേണ്ടതാണ്. പല ഭാഷകളിൽ നിന്ന് വന്നു കയറിയവർ, ഒരു സ്ത്രീയും പുരുഷനും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഭാഷകളിൽ നിന്ന് വന്നു കയറിയവർ പെന്തക്കോസ്തിയുടെ ഭാഷൈക്യത്തിൽ മുന്നോട്ട് പോകേണ്ടവരാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് ബാബേലിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിക്കും അന്യഭാഷയല്ല, അകലം കുറയ്ക്കുന്ന ആത്മാവിൻ്റെ ഭാഷയാണ് നമ്മുടെ വീടുകൾക്ക് വേണ്ടത്. അതില്ലാതെ പോകുന്നു. കുഞ്ഞുങ്ങളുടെ വർത്തമാനങ്ങളുടെ കാമ്പും ഉള്ളും മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. മാതാപിതാക്കൾ പറയുന്നതാകട്ടെ കുട്ടികൾ ഇതെന്താണ് പറയുന്നതെന്നവർ അന്തം വിട്ടു നിൽക്കുന്നു. സ്വർഗമായാലും നരകമായാലും ഒരുമിച്ച് അനുഭവിക്കുന്നതാണ് സുഖമെന്ന് പരസ്പരം തീരുമാനിക്കുന്നതിൻ്റെ പേരാണ് കുടുംബജീവിതം. അതാണ് പെന്തക്കോസ്തി. ഭാഷ കലങ്ങുന്ന ബാബേലാകാതിരിക്കട്ടെ. കുടുംബമെന്ന് പറയുന്നത് ദാമ്പത്യം പരസ്പരം തീർക്കുന്ന മഴവില്ലാണ്. ചരിത്രത്തിലെ അതികായനായ മനുഷ്യനാണ് നെപ്പോളിയൻ. ആദ്യമൊക്കെ ഒരുപാട് യുദ്ധങ്ങളിൽ ജയിച്ചയാളാണ്. പക്ഷെ കൊട്ടാരത്തിൽ വരുമ്പോൾ ഭാര്യ ജോസഫൈൻ്റെ നാക്കിന് മുന്നിൽ, ആ വാക്കുകൾക്ക് മുന്നിലൊക്കെ നെപ്പോളിയൻ തോറ്റുപോയിട്ടുണ്ട്. പലപ്പോഴും ജോസഫൈന് മുന്നിൽ തോറ്റുപോകുന്നൊരു നെപ്പോളിയനുണ്ട്. കൂടെയുള്ള സർജൻ ചോദിക്കുന്നുണ്ട്, അങ്ങെന്താണ് ഇത്ര യുദ്ധങ്ങൾ ജയിക്കുന്നയാൾ കൊട്ടാരത്തിൽ ഇത്ര തോറ്റുകൊടുക്കുന്നത്? നെപ്പോളിയൻ പറയുന്ന മറുപടി, വാദത്തിൽ തോറ്റാൽ വിവാഹത്തിൽ ജയിക്കാമെന്നാണ്. ഭാഷ കലങ്ങുന്ന ഇടങ്ങളായി ഒരുപാട് കുടുംബങ്ങൾ മാറുന്നുണ്ട്. മുൻപ് സൂചിപ്പിച്ചതുപോലെ അകലം കുറയ്ക്കുന്ന ആത്മാവിൻ്റെ ഭാഷ നമ്മുടെ കുടുംബങ്ങൾക്ക് കൈവരട്ടെ. ധൂർത്തപുത്രൻ്റെ കഥയിലേക്ക് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, മിസ്സിംഗ് മദർ, അമ്മയില്ല. അല്ലെങ്കിൽ അമ്മയുള്ള വീട്ടിൽ നിന്ന് ആരാണ് പുറപ്പെട്ടു പോകുക? ആ വീട്ടിലെ ഭാഷ കലങ്ങിപ്പോയത് ഭാഷൈക്യത്തിൻ്റെ മുഖാന്തരമാകേണ്ട ഒരു അമ്മ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു വീടിൻ്റെ AC ആയി മാറേണ്ടത് അമ്മയല്ലേ? ഒരു വീടിൻ്റെ തണുപ്പിക്കൽ യന്ത്രമായി സാരമില്ല സാരമില്ല എന്നൊരു വീട്ടിൽ ഏറ്റവും കൂടുതൽ പറയാൻ ഒരു അമ്മയ്ക്കാണ് കഴിയേണ്ടത്. നമ്മുടെ വീടുകൾ ഭാഷ കലങ്ങുന്ന ബാബേലുകളല്ല, ഭാഷ ഒന്നിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ഗന്ധം പൂത്തുലയുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ഇളങ്കാറ്റ് തഴുകിപ്പോകുന്ന പെന്തക്കോസ്തിയായി മാറിയിരുന്നെങ്കിൽ